ഇവിടെ നിന്ന് അങ്ങോട്ട് കാടാണ് ഗൈസ്. അയ്യോ, ഇതേതോ കാട്ടും പ്രദേശമാണ്. ഹലോ യൂട്യൂബ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു സൺസെറ്റ് വ്യൂ കാണാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള വെമ്പായവും നെടുമങ്ങാടിനും ഇടയ്ക്കുള്ള താന്നിമൂടിനടുത്ത് തിരിച്ചിട്ടാംപാറ അല്ലെങ്കിൽ തിരിച്ചിട്ടൂർ പാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സൺറൈസും സൺസെറ്റും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 20 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. ഓക്കെ, നിങ്ങളിവിടെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരിക്കലും തിരിച്ചിട്ടൂർ റോക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഇവിടേക്ക് വരരുത്, കാരണം വഴി തെറ്റിപ്പോകും. എപ്പോഴും സെർച്ച് ചെയ്യുന്ന ടൈമിൽ തിരിച്ചിട്ടൂർ ഹനുമാൻ ടെമ്പിൾ എന്ന് പറഞ്ഞു വേണം സെർച്ച് ചെയ്യാൻ, എന്നാൽ മാത്രമേ കറക്റ്റ് ആ ഒരു വഴിയിൽ ചെന്ന് നമ്മൾ എത്തത്തുള്ളൂ. തിരിച്ചിട്ടൂർ റോക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതേപോലെ ഇരിക്കും. നമുക്ക് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത് കേട്ടോ. അയ്യോ, ഇതേതോ കാട്ടും പ്രദേശമാണ്. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് വരുമ്പം ഈ ഒരു പോയിന്റ് വരെയാണ് ലൊക്കേഷൻ കാണിക്കാറ്. അപ്പം ആ ഒരു ഭാഗത്ത് നിന്നും റൈറ്റിലേക്ക് വഴിയുണ്ട്. അപ്പം അതുവഴി വേണം നമുക്ക് കയറി പോകാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കുക, കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കാർ ഇട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു റൈറ്റിലേക്ക് ഒരു കാറ് പോകാനുള്ളൊരു വീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങ് ചെന്നിട്ട് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കാണത്തില്ല. അപ്പം ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈക്കിൽ പോകുന്നവരും ഇപ്പം ഈ ഒരു കാണുന്ന സ്ഥലത്ത് ആ ഒരു പയ്യൻ നിൽക്കുന്ന കണ്ടില്ലേ, അവിടെ വല്ലതും പാർക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം മഴ ഉള്ള ടൈമിലാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പായലും തെന്നലും ഉണ്ട്. അപ്പം നല്ല രീതിക്കുള്ള ടയറല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പണി കിട്ടും. അത്യാവശ്യം ടാസ്ക് റോഡാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തി. അപ്പോൾ കാറൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ പാർക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതേ ഇതുപോലെ കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കുറച്ചും കൂടി പടി കയറാനുണ്ട്. നോക്കി കയറിയില്ലെങ്കിൽ സീനാണ്. സൺസെറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഡൗട്ടാണ്. അപ്പോൾ വഴിയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാണ് അവസ്ഥ. അപ്പം നോക്കിയും കണ്ടുമൊക്കെ കയറുക. ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ വെള്ളമോ സ്നാക്സോ എന്തെങ്കിലും കയ്യിൽ കരുതാൻ മറക്കണ്ട. സ്നാക്സ് കരുതിയില്ലെങ്കിൽ പോലും എന്തായാലും ഒരു കുപ്പി വെള്ളം കരുതാൻ ഉറപ്പായിട്ടും ഓർക്കണം. ഇതേണ്ടോ, താഴെന്ന് അവിടെ നിന്നാണ് കയറി വന്നേ. ഇനിയിതേ ഇത്രയും ദൂരം കയറാനുണ്ട്. ഈ സ്റ്റെപ്പ് കയറി വന്ന് ലാസ്റ്റ് ഈ ഒരു ബോർഡ് വെച്ചേക്കുന്ന സ്ഥലത്ത് എത്തുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് അധികം വിടരുത്. ഒരു എമ്മണ്ടം കുഴി, കിണറോ എന്തോ ആണ്, കിണറോ വെള്ളം ഇറങ്ങാനോ അങ്ങനെയുള്ള എന്തോ ആണ്. ഒരു രക്ഷയും ഇല്ലാത്തൊരു കുഴി കേട്ടോ. വേറെ കൈവരിയോ ഒന്നും ഇല്ല അവിടെ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം ഇങ്ങനെ കാടിങ്ങനെ പടന്ന് കിടക്കുമ്പോഴേ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതേ ഇവിടെ ബോർഡ് ഇരിപ്പുണ്ട് അമ്പലത്തിലേക്കുള്ള. അപ്പം നമുക്ക് ആ വഴി വേണം പോകാനായിട്ട്. അപ്പം നമുക്ക് ആ വഴി പോകാം. ഇവിടെ വേണം ഇച്ചിരി നല്ല രീതിക്ക് സൂക്ഷിച്ച് കയറാനായിട്ട്. കാരണം ബാക്കിയുള്ള സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ കാല് തെന്നിയാൽ അവിടെ തന്നെ വീഴത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് കാല് തെന്നിയാൽ ഒരു രക്ഷയും കാണത്തില്ല. കാണുന്നുണ്ടല്ലോ അല്ലേ താഴ്ച, ഒരു മയവും കാണത്തില്ല. അപ്പം ഇവിടെ കയറുമ്പം എന്തായാലും നല്ല രീതിക്ക് ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇതുണ്ടോ, ആ ഒരു വ്യൂ ഉണ്ടോ? പൊളി വ്യൂ, ഒന്നും പറയാനില്ല. അതുവഴിയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. കണ്ടോ അമ്പലം. സ്ഥലം ഇവിടെ അല്ലേ?
സ്ഥലം ഇവിടെ തന്നെ, പക്ഷേ ഇത്രയും അടുത്ത് കുറച്ച് അടുത്തുള്ള സ്ഥലത്ത് ആദ്യമായിട്ടാ. മണ്ണന്തല. മണ്ണത്തല. ആ പേരെന്തായിരുന്നു? ഷാൻ. പുള്ളിയുടെ ബിലാൽ. ബിലാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ചെറു കുളമാണ്. എന്തായാലും ആരും ഇറങ്ങാനായിട്ട് ശ്രമിക്കണ്ട. അമ്പലം ഇവിടെ കേട്ടോ. നമ്മൾ ആദ്യം കണ്ട സ്ഥലം ശാന്തിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ അങ്ങനെ അധികം പൂജയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ഒരു 360 ഡിഗ്രി വ്യൂ ഉണ്ട് കേട്ടോ. ക്ലൗഡ്സ് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ സൺസെറ്റ് കുറേ കൂടെ പൊളിയായിട്ട് കിട്ടിയേനെ. സൺസെറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഇരുട്ടത്ത് എന്തായാലും പെട്ടുപോകും. ഇവിടെയാണെങ്കിൽ വേറെ ആരുമില്ല. അപ്പം നമുക്ക് നേരത്തെ എന്തായാലും ഇറങ്ങിപ്പോവാം. അപ്പോൾ ഒരു പൊളി സെറ്റപ്പ് കേട്ടോ. നമുക്ക് എന്തായാലും സൺറൈസ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഇനിയിപ്പോൾ ഡ്രോൺ എടുത്ത് പറത്താനായിട്ട് ഉള്ളൊരു ടൈമും ഡിലേ വന്നു നല്ല രീതിക്ക്. ഏർലി മോർണിംഗ് എന്തായാലും വരുവാണെങ്കിൽ നമുക്ക് ഡ്രോണും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് സെറ്റ് ചെയ്യാം. അപ്പം നോക്കാം, ഒരു സൺസെറ്റും സൺറൈസും കാണാൻ പറ്റിയൊരു സ്ഥലം ട്രിവാൻഡ്രത്ത്. അപ്പം നമുക്ക് എന്തായാലും രാവിലെ സൺറൈസ് കാണാം. അപ്പം നമ്മളിപ്പോൾ ഒരു സമയം 6:15 രാവിലെ. അത്യാവശ്യം ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോവാം. രാവിലെയാണ് വരുന്നതെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന മന്ത് എന്ന് പറയുന്നത് ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു ടൈമിലാണ്. കാരണം കൂടുതൽ നമുക്ക് മഞ്ഞുള്ള ടൈമിൽ അത്യാവശ്യം നല്ല രീതിക്ക് കോട കാണാം. ഇപ്പോൾ തന്നെ ആ ഒരു ഭാഗത്ത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് കോടയുണ്ട് അവിടെ. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും. കുറേ കൂടെ ഒരു നവംബർ, ഡിസംബറൊക്കെ ആകുമ്പം നല്ല രീതിക്ക് കോട കൊണ്ട് മൂടും. അപ്പോൾ ആ ഒരു ടൈമിൽ രാവിലെ വരുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം നല്ല ഭംഗിയായിരിക്കും കാണാൻ. ക്ലൗഡ്സ് കൊണ്ട് മൂടിയിരിക്കുക കേട്ടോ. ക്ലൗഡ്സ് കൊണ്ട് മൂടുമ്പം ഉള്ളൊരു പ്രശ്നം, നമുക്ക് സൺറൈസും കിട്ടത്തില്ല, സൺസെറ്റും കിട്ടത്തില്ല. ഇത് എന്താണ് എന്നുള്ളത് പിടിയില്ല. പക്ഷെ അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. അന്യായ വ്യൂ കേട്ടോ. ഈ ഒരു ഭാഗത്ത് വന്ന് നിന്ന് വ്യൂ കാണാൻ ഭംഗി കേട്ടോ കൂടുതലും. പിന്നെ ഭംഗി അപ്പുറത്തെ ആ സൺസെറ്റ് സൈഡ് പറഞ്ഞില്ലേ, ആ സൈഡും. പക്ഷെ അവിടെ നമുക്ക് ആ ഒരു ഇരുന്ന് വ്യൂ ആസ്വദിക്കാനുള്ളൊരു സ്ഥലമില്ല. ഇത് അമ്പലം കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് കയറാം. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് വ്യൂ, പറയാതിരിക്കാൻ വയ്യ. കാക്ക വന്നിരുന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൺറൈസ് മിക്കവാറും ആ ഒരു ഭാഗത്ത് ആവാനായിരിക്കും ചാൻസ്. പക്ഷെ ആ ഒരു സൺറൈസ് വ്യൂ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞത് ഒരു പൊളി വ്യൂ ആയിരുന്നേനെ ആ ഒരു ഉദിച്ച് വരുന്നത് കാണാനായിട്ട്. കാരണം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവിടെ തന്നെ ആയിരിക്കണം. കാരണം അവിടെയാണ് ഞാൻ നോക്കിയിട്ട് കുറച്ചേലും ഒരു വെട്ടം കാണുന്ന, ആകാശത്ത് കണ്ടോ, ഒരു വെട്ടം കാണുന്ന സ്പോട്ടെന്ന് പറയുന്നത് ആ ഒരു വശമാണ്. അപ്പം അവിടെ ആവാനാണ് സാധ്യത. അവിടെ അല്ലെങ്കിൽ അങ്ങോട്ട്, അവിടെ മാക്സിമം അവിടെ ആവാനാണ് സാധ്യത. അത്യാവശ്യം ആ ഒരു കോടയുടെ ആ ഒരു വ്യൂ ഉണ്ടോ. അപ്പം ഇതിപ്പം നമുക്ക് ആ ഒരു കോട സാധാരണ വരുന്ന ആ ഒരു ടൈം ആയിട്ടില്ല. അപ്പോൾ ഒരു നവംബർ, ഡിസംബറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോട കാണും, ഒരു രക്ഷയും കാണത്തില്ല. ഞാൻ ആ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു സ്പോട്ടിൽ തന്നെയായിരുന്നു സൺറൈസ്. ക്ലൗഡ്സ് കാരണം നമുക്ക് കാണാൻ പറ്റാതെ പോയതാണ്. ഒരു സൺറൈസ് ക്ലൗഡ്സ് ഇല്ലാതെ കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒരു ആംബിയൻസ് ആയിരുന്നു. നമുക്കെന്തായാലും കുറച്ച് ഡ്രോൺ ഷോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം.
അപ്പം ചെറിയ രീതിക്ക് മഴ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങോട്ട് കയറി നിന്നു. വളരെ ചെറിയ രീതിക്കേ ഉള്ളൂ. ഇപ്പം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഇതാണ് ഇവിടുത്തെ ഹനുമാൻ ക്ഷേത്രം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും പൂജ ഇല്ലയെന്ന് തോന്നുന്നു. കാരണം ഇതിൽ സമയം എഴുതിയിരിക്കുന്നത് വെച്ചാണെങ്കിൽ ഈ സമയത്തൊക്കെ നട തുറന്നിരിക്കേണ്ട സമയമാണ്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും പൂജ കാണത്തില്ല. തിരിച്ചിട്ടാംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് ആ ഒരു പേര് വന്ന രീതി എന്ന് പറയുന്നത് രാവണ യുദ്ധകാലത്ത് ലക്ഷ്മണന് പരുക്കേൽക്കുകയും മൃതസഞ്ജീവനി തേടി ഹനുമാൻ വരികയും അപ്പം മരുത്വാമല എന്ന് തെറ്റിദ്ധരിച്ച് ഇത് എടുത്തുകൊണ്ട് പോയിട്ട് ഇതല്ല എന്ന് കണ്ട് തിരിച്ചു കൊണ്ടിടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അടുത്ത് പറയപ്പെടുന്ന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ലങ്കയിലേക്ക് പോകാനായിട്ട് സമുദ്രത്തിൽ പാറ ഇട്ട് പാലം ഉണ്ടാക്കിയാണല്ലോ ലങ്കയിലേക്ക് പോയത്. അപ്പം അതിനുവേണ്ടി പാറ എടുക്കുന്ന ഒരു ടൈമിൽ ഇവിടെ വന്ന് പാറ എടുത്തു എന്നും അപ്പം ആ ഒരു പാറ എടുത്ത സമയത്ത് ഇതിന് അരികിലായിട്ടൊരു ശിവൻ്റെ പ്രതിഷ്ഠ എന്തോ കണ്ടിട്ട് ഈ പാറ തിരിച്ച് ഇവിടെ കൊണ്ട് ഇട്ടു എന്നും ഉള്ള രീതിക്കും പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഏത് കഥയാണ് സത്യം എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ രണ്ട് രീതിക്ക് ഉള്ളൊരു കഥ നിലവിലുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഇതാണ് മെയിനായിട്ട് അമ്പലം. ആ പ്രതിഷ്ഠയും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇവിടെയാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വലിയൊരു പാറയാണ്. ഒരു അത്യാവശ്യം രാത്രിയൊക്കെ വരുന്നെങ്കിൽ ഒരു ഹൊറർ ഫീലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. നെഞ്ച് പിളർന്ന് കാണിക്കുന്ന ഹനുമാൻ്റെ ആ ഒരു രൂപമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതൊരു നനയാത്ത രീതിക്കാണ് ഇരിക്കുന്നത്. കാരണം ഈ ഒരു കല്ലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എഡ്ജായിട്ടാണ് കേട്ടോ. കണ്ടോ, ഒരു കുട പിടിച്ചേക്കുന്ന മാതിരിയാണ്. ഇതിനടിയിൽ വന്ന് നിന്നാലും നമ്മൾ മഴ നനയത്തില്ലാന്ന് തോന്നുന്നു. ഫുള്ളെല്ലാം പച്ചപ്പാട്ടോ. നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്. തെന്നുന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. കാലാവസ്ഥയൊക്കെ കറക്റ്റ് ആപ്റ്റാണ്. ഇതും കൊള്ളാം കേട്ടോ, ഈ ഒരു ആൽമരത്തിൻ്റെ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പാറയുടെ ഇത് കണ്ടോ, ഒരു പാറ പോയിരിക്കുന്ന ആ ഒരു രീതി കണ്ടോ. പണ്ട് നമ്മൾ ജംഗിൾ ബുക്കിലൊക്കെ കാണത്തില്ലേ, ഒരു എഡ്ജിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ഷോട്ട്, ആ ഒരു മോഡലിലാട്ടോ ഈ ഒരു പാറ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഈവനിങ്ങും സൺറൈസും എടുക്കാനായിട്ട് പോയതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം പറ്റിയത്. അടുത്ത വീഡിയോസ് എല്ലാം ഇച്ചിരി കൂടെ ഷോർട്ടായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.